ഡാ അലറിക്കൊണ്ടവൻ ആദിയുടെ കോളറിൽ പിടിച്ചുലച്ചു. ആദിയുടെ തല താഴ്ന്നു. ചെയ്തിട്ട് തെറ്റ് പറ്റിപ്പോയി എന്നോ? നീ ഇത്രയും വൃത്തികെട്ടവൻ ആയിരുന്നു? സ്തുതി അറിയാതെ പറ്റിപ്പോയതാടാ. ആ ഒരു സാഹചര്യത്തിൽ മനഃപൂർവ്വം ഞാൻ അവളെ ചീത്തയാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. അറിയാം നിന്റെ പെണ്ണ അവളെന്ന്. നിന്റെ സന്തോഷമാണ് ഞാൻ തല്ലിക്കെടുത്തിയത്. അതിന് എന്നെ ശിക്ഷിക്കാനുള്ള അധികാരവും നിനക്കുണ്ട്. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് തരാം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഇത്രയും ദിവസം നേറിയ ഞാൻ കഴിഞ്ഞിരുന്നേ. മതി, നിർത്തടാ നിന്റെ പ്രസംഗം. ഒരു പെണ്ണിന്റെ മാനം നശിപ്പിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നു. അവളൊരു പാവമല്ലേടാ. ആരുമില്ലാത്തവൾ അവളെന്ന് കരുതിയിട്ടല്ലേ നീ? അല്ല സുധി, ഞാൻ അങ്ങനൊന്നും കരുതിയല്ല. എനിക്ക് അവളെ ഇഷ്ടമായിട്ടാ. പക്ഷെ ഇങ്ങനൊരു തെറ്റ് അവളോട് ചെയ്യണം എന്ന് മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ. പറ്റിപ്പോയി. ഇഷ്ടോ? അവൻ്റെ നെറ്റിരുളിഞ്ഞു. അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്. ആദ്യം കണ്ടത് മുതലേ തന്നെ. അന്ന് തൊട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞാൻ. സുധയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഓ പ്രണയം. പക്ഷെ നീ സ്നേഹിച്ചത് അവളുടെ ശരീരത്തെ ആയിരിക്കും. ശുദ്ധമായ സ്നേഹമായിരുന്നെങ്കിൽ ഒരിക്കലും നീ അവളോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇത്രയും തരം താഴില്ലായിരുന്നു. അല്ല സുധി, ഞാൻ പറഞ്ഞല്ലോ അവളെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ. എല്ലാവരും കൂടെ അവളെ നിനക്ക് വേണ്ടി തീരുമാനിച്ചപ്പോൾ എൻ്റെ ഹൃദയം മുറിഞ്ഞെങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ ഇരുന്നേ. സുധിയുടെ നെറ്റി ചൊളിഞ്ഞു. അതുകൊണ്ട് ബലം പ്രയോഗിച്ചായാലും നിൻ്റേതാക്കിയാൽ പിന്നെ അവൾ നിൻ്റേതാവും എന്ന് നീ കരുതിയല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ പറ്റിപ്പോയതാണ്. പക്ഷേ അന്ന് ഞാൻ ബലം പ്രയോഗിച്ചല്ല. അവളെന്നെ ഒന്ന് എതിർത്തത് പോലും ഇല്ല. ആ സംഭവം കഴിഞ്ഞിട്ടും അവളെന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. തെറ്റ് ചെയ്തതിൽ രണ്ടുപേർക്കും പങ്കുണ്ട് എന്നാ പറഞ്ഞത്. തല താഴ്ത്തി അത് പറയ. സുധി അവനെ സൂക്ഷിച്ചു നോക്കി. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ കേശു? അറിയില്ല. അവളെ നിന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട്. എന്ത്? സുധി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ പകപ്പോടെ അവരെ നോക്കി നിന്നു ആദി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി. അതേടാ, അവൾ ഇഷ്ടപ്പെടുന്നത് നിന്നെയാ. ഇഷ്ടമല്ല, അവൾക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമമാണ്. എനിക്കറിയായിരുന്നു ഒക്കെ. ആദിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നോട് അവൾക്ക് പ്രണയമാണെന്നോ? എന്നിട്ടാണ് അവൾ താൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒക്കെ കടിച്ചു കീറാൻ നിന്നത്. എന്തിനായിരുന്നു അത്? വെറുതെ ദേഷ്യം കാണിച്ച് നടന്നവൾ. പക്ഷെ അന്ന് തന്നോട് ദേഷ്യം കാണിച്ചില്ല, കുറ്റപ്പെടുത്തിയില്ല. ഇഷ്ടം കൊണ്ടായിരുന്നു അത്. സത്യമാണടാ സുധി? ചോദിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അല്ലടാ നുണ. അപ്പോൾ നീയും അവളും അടുപ്പം കാണിച്ചു. എടാ പൊട്ട, അടുപ്പം കാണിച്ചാൽ അതിന് പ്രേമം എന്ന് മാത്രമാണ് അർത്ഥം. നീ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? എടാ, എനിക്ക് അവൾ അമ്മൂനെ പോലെ തന്നെയാ. എൻ്റെ പെങ്ങളല്ലേ അവളെ കിട്ടിയപ്പോൾ എനിക്ക് പെങ്ങന്മാരെ കിട്ടി എന്നാ ചിന്തിച്ചേ. അത് കേട്ട് ആദിയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഉള്ളം തുള്ളി ചാടുന്നുണ്ട്. ഉടനെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മയിൽ വന്നു. മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നി. അപ്പോൾ നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചതോ? ആര് തീരുമാനിച്ചു? മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു അവൾക്ക് ഇഷ്ടം നിന്നെയാണെന്ന്. ഞാൻ അവൾക്ക് കൂടപ്പിറപ്പിനെ പോലെ ആണെന്ന്. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരോടും പറഞ്ഞു. സുധീര പുഞ്ചേരിയോട് അവൻ്റെ തോളിൽ കൈവച്ചു. അതേടാ കേശു, നിനക്കില്ലാത്ത ധൈര്യം അവൾ കാണിച്ചു. കല്യാണം തീരുമാനിച്ച നിൻ്റെയും അവളുടെയും ആണടാ. സുധി അമ്പരപ്പോടെ നോക്കിയവൻ. അതേടാ പൊട്ട, നിങ്ങളുടെ കല്യാണം ആണ് ഞാൻ അന്നിവിടെ തീരുമാനിച്ച്. എന്നോട് ആരും പറഞ്ഞില്ല. അതെങ്ങനെയാ? പലതും കേൾക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് ഓടിപ്പോന്നില്ലേ നീ? അപ്പോൾ തന്നെ എല്ലാവർക്കും ഡോട്ടടിച്ചു നിന്റെ കാര്യത്തിൽ. നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വിചാരിച്ചപ്പോൾ നീ അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ തന്നെ എനിക്കുറപ്പായിരുന്നു നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. ഞാനത് എല്ലാവരോടും പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന്. അതാ പറയാതിരുന്നേ. നാളെ നടക്കാൻ പോകുന്ന നിൻ്റെ അവളുടെ എൻഗേജ്മെൻ്റാണ്. ഡ്രസ്സ് എടുക്കാൻ പോയത് നിൻ്റെ കൂടെ എൻഗേജ്മെൻറ്റിന്. ചിരിക്കണോ കരയണോ എന്നറിയാതെ ഞാൻ അവസ്ഥയിലായിപ്പോയി ആദ്യം. അവൾ തന്നോട് ദേഷ്യം അഭിനയിച്ചിരുന്നതൊക്കെ മനഃപൂർവ്വമായിരുന്നു. തൻ്റെ മുന്നിൽ പിടി തരാതെ ഇരിക്കാൻ. കേശുവെ, നാളെ ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് മാറ്റി കല്യാണമാക്കാൻ പറയണോ? എന്നാൽ നിനക്ക് ഇത്രയും കൺട്രോൾ ഇല്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായേ? നാണക്കേട്. ചമ്മലോടെ ചിരിച്ചു അത്. എങ്കിലും ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു. തെറ്റൊരിക്കലും തെറ്റല്ലാതെ ആകുന്നില്ല. ഞാൻ പറയില്ല. എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഇത്. പക്ഷെ നീ തന്നെ വേഗം കല്യാണം നടത്താൻ പറഞ്ഞേക്ക്. ഇല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് അവൾ വയറും താങ്ങി പിടിച്ച് നടക്കേണ്ട അവസ്ഥ ആകും. സുധി പ്ലീസ്, പറ്റിപ്പോയതാ. നീ ഇങ്ങനെ പറയല്ലേ. പിന്നെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിശ്ചയം കൂടെ കഴിഞ്ഞാൽ നിൻ്റേതാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് പിന്നെ എന്തും ആവാലോ. ഇല്ലടാ, ഇനി എൻ്റെ താലി അവളുടെ കഴുത്തിൽ വീഴാതെ ഞാൻ അവളെ തൊടില്ല. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. തിരുത്താൻ പറ്റാത്ത തെറ്റ്. കണ്ണുകൾ നിറച്ചു ആദ്യം പറയ. സുധി ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ നിന്നെ കുറ്റം പറയില്ലടാ. മനുഷ്യനാണ്, തെറ്റുപറ്റും. ഇവിടെ നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. സുധി കല്ലു. അവൾക്കിപ്പോൾ ആദ്യയുടെ സ്വരത്തിലെ വേവലാതി സുധിക്ക് മനസ്സിലായി. അവൾക്ക് 3-4 ദിവസമായിട്ടൊരു മൂഡ് ഓഫ് ശ്രദ്ധിച്ചിരുന്നു. ഒരു മിണ്ടാട്ടം മുട്ടിയ പോലെ. എന്നോട് പോലും നേരെ ചൊവ്വേ സംസാരിച്ചിട്ടില്ല. അമ്മ പറഞ്ഞത് തലവേദന ആണെന്നാ. ഇവിടെ നീയും അങ്ങനെ തന്നെ. എനിക്കെന്തൊരു ഡൗട്ട് അടിച്ചതാ. പക്ഷെ അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി. അന്നത്തേതിൽ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല സുധി. എൻ്റെ മുന്നിൽ മനഃപൂർവ്വം വരാത്തത് അവൾ. എനിക്ക് അവളെ ഒന്ന് കാണണടോ. കണ്ടോ? അവളെ കാണാൻ ഞാൻ നിനക്ക് സമ്മതം തന്നിട്ട് വേണം. നിന്റെ പെണ്ണല്ലേ അവൾ. ഒന്ന് പുഞ്ചിരിച്ചു ആദ്യം. ഇപ്പോൾ തന്നെ പോയി കണ്ടോ അവളെ?
എന്നിട്ട് അവളുടെ മനസ്സറിയാൻ നോക്ക്. സുധി പറയാൻ മുറിക്ക് പുറത്തേക്ക് ഓടിയിരുന്നു. ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുമ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട്. അവൻ്റെ പിന്നാലെ തന്നെ സുധിയും വന്നിരുന്നു. ആഹാ, വന്നല്ലോ. നിനക്ക് വഴിയൊക്കെ അറിയോ കേശു? ചെറിയച്ഛൻ ചോദിക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു. കല്ലു, ഓ, അവൾ കാണാൻ വന്നതാണ്. സർപ്രൈസ് പൊട്ടിച്ചോടാ സുധി, നീ ഇപ്പോൾ പൊട്ടിക്കേണ്ടി വന്നു അച്ഛാ, സുധി പറഞ്ഞു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം, നാളെ കാലത്ത് കേശുവിൻ്റെ അന്തം വിട്ടുള്ള നിൽപ്പ് കാണാമെന്ന് വെച്ചതായിരുന്നു. അയാൾ പറയെ ഇരുവരും ചിരിച്ചു പോയിരുന്നു. മുത്തശ്ശിയുടെ മുഖത്തും ശരിയാണ്. ചെറിയമ്മ വന്നു അവൻ്റെ തോളിൽ കൈവച്ചു. ചെല്ല് കേശു, അവൾ മുകളിലെ റൂമിൽ ഉണ്ടാകും. എന്താണെന്നറിയില്ല, 3-4 ദിവസമായിട്ട് ആ കുട്ടിക്ക് പറ്റിയെന്ന്. ഞാൻ ചോദിച്ചിട്ട് വയ്യ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീയൊന്ന് ചെന്ന് ചോദിച്ചു നോക്ക്, ചെറിയമ്മ പറയാൻ സുധിയെ തിരിഞ്ഞു നോക്കി. കണ്ണൊന്ന് അടച്ചു കാണിച്ചു സുധി. കല്ലുവിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ നെഞ്ച് വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. മുറിയുടെ ഡോറിൽ തൊട്ടതും അത് തുറന്നു വന്നു. അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ. കണ്ണ് നിറഞ്ഞു പോയി. അവിടത്തേക്ക് ഇരുന്ന് മുടികളിൽ തൊട്ടി വിളിച്ചു. കല്ലു, അവൻ്റെ ശബ്ദം കേട്ട് പിടിഞ്ഞെഴുന്നേറ്റു അവൾ. ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്.